എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞാൽ സ്ത്രീവിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്നും അറിയില്ല. കിട്ടിയാലും തരക്കേടില്ല. അമ്മയും ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്നൊരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഈ കോട്ട് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മറ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങിക്കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തിവെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയങ്ങ് കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകോളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചെറുനക്കുന്ന ചെന്നായ്ക്കൾ. അത്തരക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞൊരാൾ, രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ളൊരു ബാഗ് ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത്, റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയലാണ്? ആദ്യമിട്ടൊരു വീഡിയോ എറിച്ചില്ല. പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിളിൽ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കയറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തൊലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ. ഏതോ സമാന്തര ലോകത്തിൽ ഐക്യത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പെർവേർട്ടുകൾ അടങ്ങരുത്. ഫോൺ തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കയറ്റ്. അങ്ങോട്ട് കുത്തിക്കയറട്ടെ. ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, ദീപകിന്റെ സുഹൃത്ത് അസ്കർ, ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ അസ്കറിലേക്ക് പോകണം. ശ്രീ അസ്കർ, താങ്കളുടെ വളരെ അടുത്ത സുഹൃത്താണ് ദീപക്. തലേദിവസവും ഒരുപക്ഷെ ഈ സംഭവത്തെപ്പറ്റി താങ്കളോട് ഏറ്റവും ഒടുവിൽ സംസാരിക്കുന്ന ആൾ താങ്കളുമാണ്. ഏറ്റവും ഒടുവിൽ ദീപക് പറഞ്ഞത് എന്തായിരുന്നു അസ്കർ? അതായത് വിളിച്ചത് മെഞ്ഞാന്ന് രാത്രിയാണ് ലാസ്റ്റ് ഒടുവിലായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ആ സമയത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോണ സമയമാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന കൊണ്ടോട്ടി ഭാഗത്താണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സമയത്താണ് അവൻ്റെ കോള് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിൻ്റെ ഇടയിൽ ഈ ഒരു വിഷയം ഞാനിങ്ങനെ അവർ നിൻ്റെ ഒരു വീഡിയോ ലീക്കായത്, അവരെ ഒരു വീഡിയോ വന്നത്, അതിൻ്റെ വേറൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചത് ഓക്കെ നീ ഒന്ന് കാണിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. കാണിച്ചോണ്ടാ ഓക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ് അതെനിക്ക് താല്പര്യം ഇല്ലേന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ കാണിച്ചു തരാം. രാവിലെ എന്തായാലും ഞങ്ങൾക്ക് ഒരു വക്കീലിനെ കാണാം, സംസാരിക്കാം. കാരണം അതിൻ്റെ തലേ ദിവസമൊക്കെ ഞങ്ങൾ ആ വിഷയം അന്ന് രാവിലെ ഞങ്ങൾ ആ വിഷയമൊക്കെ സംസാരിച്ചിട്ടേ ഉള്ളൂ. കുറച്ച് നേരം സംസാരിച്ചിട്ടേ ഉള്ളെങ്കിലും ഞങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അവനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കോൺടാക്റ്റിൽ നിൽക്കണമെന്നാണ്. കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ കോൺടാക്റ്റിൽ എപ്പോഴും നിൽക്കും, എന്നും വിളിക്കാനാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളതായ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാം മാധ്യമത്തിനോട് പറയാൻ താല്പര്യമില്ല. അപ്പോൾ ആ വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഈ വിഷയം. അപ്പോൾ ഒരു നോർമൽ ടോക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞിട്ട് അവനൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. ഇത് വൈറലായാലിൻ്റെ ബോസും വരെയൊക്കെ അറിയുന്നുള്ളൊരു സംഭാഷണമൊക്കെ വന്നിരുന്നതാണ്. ഇതിന് മുന്നേ അവനാ വിഷയം പറഞ്ഞാൽ അതായത് രാവിലെയൊക്കെ വിളിച്ചാണ്. രാവിലെ വിളിച്ചാൽ അതിന് നേരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് എനിക്ക് ജോലിൻ്റെ ഒരു തിരക്കുണ്ടായതിനെ കൊണ്ട്, ഞാൻ വർക്കിലായതിനെ കൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ നിന്നെ വിളിക്കാൻ പിന്നെ വിളിക്കാൻ ചെയ്യാം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം വിളിക്കലാണ്, അതാണ് പതിവ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ഈ ടെൻഷനൊന്നും അടിക്കണ്ട, ഇതൊരു ചെറിയ ഇഷ്യൂ ആണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഇതിപ്പോൾ ട്രെൻഡ് അയക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇതേമാതിരി ഒരു മധ്യവയസ്കൻ്റെ ഒരു പെൺകുട്ടി ഒരു ബസ് എന്നുള്ള വീഡിയോ കാണാനിടയായി. ഇപ്പോൾ അതേമാതിരി തന്നെ അതിപ്പോൾ ചില പെൺകുട്ടിയൊക്കെ ഇപ്പോൾ ഇതൊരു അസുഖം അയക്കുന്നത്. ഇപ്പോൾ അസ്കർ ഇവിടെ ആദ്യം ഒരു വീഡിയോ ഇട്ടു. ഞാൻ ആ വീഡിയോ അന്ന് തന്നെ കണ്ട ആളാണ്, ആ സമയത്ത് തന്നെ കണ്ട ആളാണ്. അപ്പൊ അതിൽ നമുക്ക് നോക്കുമ്പോൾ അതിൽ അസ്വാഭാവികമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അറിയാതെ കയ്യും തട്ടി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ദീപക് കയ്യിലുള്ള ബാഗ് ഇങ്ങനെ പൊക്കി. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കയ്യിൽ ബാഗ് ഇങ്ങനെ പൊക്കി ഇറങ്ങുമ്പോൾ മുട്ടിങ്ങനെ നായി എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടൊരു അസ്വാഭാവികം തോന്നില്ല. പിന്നെയാണത് പെട്ടെന്ന് സ്ലോ മോഷനൊക്കെ ആക്കി കുറച്ചുകൂടി എരിവും പുളിയും ചേർത്ത് കുറച്ചുകൂടി ഈ പറയുന്ന ഡയലോഗൊക്കെ ചേർത്ത് അതാണ് കറക്റ്റ്.
അതാണ് സത്യാവസ്ഥ. അതാണ് ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ വൈഫാണ് എനിക്ക് ഈ വീഡിയോ കാണിച്ചു തന്നത്. അപ്പോൾ അവർ ഇത് വീഡിയോ കാണിച്ചു തന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ കണ്ടിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ദീപകടൻ്റെ മാതിരി ഉണ്ട് ആളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ അതൊന്ന് ഓഫാക്കുക, അവനാവില്ല, അവനങ്ങനെ ഒന്ന് പ്രവൃത്തിയിലില്ലാത്ത ആളാണ്, അവനാവില്ല എന്ന് നീ കട്ട് ചെയ്ത് ഓഫാക്കി കിടക്കും. ഞാൻ ഒന്നാമത് ടയർഡായിരുന്നു, വർക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറി വന്നതാണ്, വീട്ടിൽ കിടക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അതിങ്ങനെ സംഭവം അവരത് പറഞ്ഞ് അതിൽ നിന്ന് വിട്ട് അവർ വേറെ വിഷയത്തിലേക്ക് മാറി, അവർ മൊബൈലിൽ കളിച്ചിരുന്ന്. അപ്പോൾ എനിക്കിതൊരു പെട്ടെന്ന് കേട്ടടിഞ്ഞൊരു എന്താണെന്ന് അറിയണമല്ലോ, കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു അന്നേത്തെ ദിവസം, അതായത് മെനിഞ്ഞാന്ന് രാത്രി, വെള്ളിയാഴ്ച രാത്രി. അപ്പം ഞാൻ പറഞ്ഞടാ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട്, അതിൽ എൻ്റെ മുഖമാണ് കാണുന്നത്, നീ ആ വൈക്കിட்ட പോയിനോന്ന് ചോദിച്ചു. സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ബസ്സിൽ നീ എവിടെയെങ്കിലും പോയിക്കണോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ ഞാനിങ്ങനെ യാത്ര ചെയ്ത് എനിക്ക് ഇന്ന് കണ്ണൂർ പയ്യന്നൂർ റൂട്ടായിരുന്നു ഞാൻ അതിൽ യാത്ര ചെയ്തിരുന്നത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ ബസ്സിൽ തന്നെ യാത്ര ചെയ്തതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ബസ്സിലാണ് യാത്ര ചെയ്തത്. ഞാൻ പറഞ്ഞിങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കാണാനിടായി വൈഫ് കാണിച്ചതെന്നാണ്, വീഡിയോ കാണിച്ചു തന്നിക്കണ്, അതിൽ നീയായിട്ടാണ് എനിക്കത് തോന്നിയത്, സത്യാവസ്ഥയാണ് നീയാണോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാടാ ഞാനാണ്, അതിൽ വീഡിയോ ഞാൻ കണ്ട വീഡിയോ എന്ന് പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തതിന് അപ്പോൾ പറഞ്ഞ് ഞാനാണ് വീഡിയോ എന്ന് പറഞ്ഞു. ഞാനാണ് എനിക്കറിയില്ല. ഇല്ലേ, അവൻ ടയേർഡാണ് ആള്, അവന് വർക്കിൻ്റെതല്ലേ, അവൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അവന് കൂടുതലും യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് ഈ ചെറിയ റൂട്ടാണെങ്കിൽ അവൻ ഈ ബാഗും തൂക്കിയിട്ട് അവന് നടക്കാൻ ചെയ്യും, ഒത്തിരി ബോഡി കോൺഷ്യസ് കൂടിയാണ് ആള്. അപ്പോൾ അവനിങ്ങനെ ഈ നടന്ന് ഇത്തിരി ടയേർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അവൻ്റെ ആ വീഡിയോയിൽ തന്നെ സ്പഷ്ടമാണ് അവന് കുറച്ച് ടയേർഡാണെന്നുള്ളത്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ഞാനത് ആ വീഡിയോ അങ്ങനെ കണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ സ്വാഭാവികമാണ്. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ട്രെൻഡാണ്. പെൺകുട്ടികൾ എന്നല്ല, ആൺകുട്ടിയൊക്കെ ഉണ്ട് ഇത്തരം പ്രവണതകൾ. എന്തെങ്കിലും ഒരു അല്ലല്ല, ആ പ്രവണത നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അസ്കർ. എന്ന് പറഞ്ഞാൽ ഇതുപോലെ മനുഷ്യന്മാരുടെ ജീവൻ എടുക്കുന്ന ട്രെൻഡ് ആണെങ്കിലും എന്ത് റീച്ച് ആണെങ്കിലും ലൈക്ക് ആണെങ്കിലും അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അസ്കർ. ഇവിടെ നമ്മളിപ്പോൾ ഒരുപാട് പേരോട്, നമ്മുടെ റിപ്പോർട്ടർ നിഖിൽ അവിടെ ഒരുപാട് പേരോട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നേരത്തെ ഇത്തരം സ്വഭാവക്കാരാണെങ്കിൽ നേരത്തെ മാത്രം പരാതികൾ ഉണ്ടാവണം. ആർക്കും ദീപകിനെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായമില്ല, ആർക്കും ദീപകിന് എന്തെങ്കിലും മോശം അഭിപ്രായമില്ല, നല്ലത് മാത്രം എല്ലാവർക്കും പറയാനുള്ള ഒരാളാണ്. അങ്ങനെ പറയാനില്ല, അവൻ അങ്ങനല്ല. ഞാൻ 22 വർഷമായിട്ട് അവനായിട്ട് കാണുന്നുണ്ട്, 22 വർഷമായിട്ട്. അവൻ്റെ ഒരു ഞാൻ അറിയാത്തതായ ഒരു രഹസ്യമില്ല, അവനെനിക്ക് അത്ര അറിയാം. കാരണം അവൻ എന്നോട് ഷെയർ ചെയ്യാത്ത ഒരു കാര്യമില്ല, ഏത് വിഷയമായാലും അവൻ എന്നോട് ഷെയർ ചെയ്യാത്ത ഒരു യാത്രൻ്റെ കാര്യം വരെ ഷെയർ ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ പെട്ടു, അതായത് ഇപ്പോൾ റൂട്ട് പോണ കാര്യം ഞാനിപ്പോൾ അവനോട് ഷെയർ ചെയ്യണമെന്നില്ല, ഞാൻ ഇന്ന റൂട്ടിലൊക്കെ പോകണത്, ഞാൻ ഇന്ന ഭാഗത്തൊക്കെ പോകണമെന്ന് പറയണമെന്നില്ല. അതല്ലാത്ത ഞങ്ങൾ റൂട്ടിൻ്റെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന ഭാഗത്ത് ഉണ്ടടാ, അപ്പം ഞാൻ ചോദിക്കും കാലാവസ്ഥ എന്താണ്, അതൊക്കെയാണ്. അങ്ങനത്തെ കാഷ്വൽ ടോക്കുകളെ പൊതുവേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അല്ലാതെ അവന് അങ്ങനെ വേറൊരു മൈൻഡ് സെറ്റ് ഇല്ല. ഒരു ഒറ്റയ്ക്ക് സിനിമക്ക് പോവുക അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൂട്ടത്തോടെ 4 സുഹൃത്തുക്കളായിട്ട് പോവുക, അങ്ങനെ അവന് അങ്ങനതായ ഒരു ഇതില്ല. ഒറ്റയ്ക്ക് എവിടെ ബീച്ചിൽ പോയി ഇരിക്കുക, ഒറ്റയ്ക്ക് ഇന്ന സ്ഥലത്ത് പോകുക, അങ്ങനത്തെ ഒരു മൈൻഡും ഇല്ല. ഒക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ചേ പോവുള്ളൂ. അവൻ അതിലൊരു ഹാപ്പി ആയി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവനക്ക് ഇങ്ങനത്തെ ഒരു വേണ്ടാത്തൊരു ചിന്താഗതി മനസ്സിലേക്ക് ഞങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, അവൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സ്ത്രീനെ ബസ്സിൽ കയറി പിടിക്കുക, തട്ടാ മുട്ട, അതൊന്നും അങ്ങനത്തെ ഇല്ല. പിന്നെ ബസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയൊരു തട്ടൽ വിട്ടലൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ചില സമയത്ത് സാന്ദ്ര തട്ടലുണ്ട്, കാരണം സ്ത്രീകൾ എടുത്ത് വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ബസ് ഇളകി തട്ടും, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ കണ്ടിട്ട് അതെന്നാ തോന്നണം, അവൻ ആ ബാഗും പിടിച്ച് നിൽക്കണം, അവൻ ടയേർഡാണ്, അത് കണ്ടാലറിയാം. പിന്നെ പൊതുഗതാഗത സംവിധാനമാണ്, സ്ത്രീയാണ്, ആൾത്തിരക്കുള്ള ബസ്സിൽ ഒരു പെൺകുട്ടി നിൽക്കുന്ന 1 കിലോമീറ്റർ മാറി നിൽക്കാൻ പറ്റുമോ? നമുക്ക് പറ്റണ്ടേ ആ സാധനം? ഞാൻ എത്താം. അത് ഫാത്തിമ തഹ്‌ല ഇവിടെ ആ വീഡിയോ ശരി, ഞാൻ എത്താം. അടുക്കൽ ഫാത്തിമ തഹ്‌ല ഇവിടെ ആ വീഡിയോ താങ്കളും കണ്ടിട്ടുണ്ടാവണം. അതിൽ ആദ്യ വീഡിയോയിൽ വളരെ പെട്ടെന്ന് അതൊന്നും മനസ്സിലാവുന്നില്ല. പിന്നീടാണ് അതിങ്ങനെ സ്ലോ മോഷനാക്കി, പിന്നെയും സ്ലോ മോഷനാക്കി, ആ പറയുന്ന ഭാഗം മാത്രം പരമാവധി വേഗത കുറച്ചൊക്കെയുള്ള അതിൽ ഒരു ദുഷ്ടലാക്ക് സംശയിക്കുന്നു. പിന്നെയും അത് ശരിയായ സ്പഷ്ടമല്ല എന്ന പെൺകുട്ടിക്ക് തോന്നുകയാണെങ്കിൽ, സാധാരണക്കാരിയ പെൺകുട്ടിയല്ല, ഒരു ജനപ്രതിനിധി ആയിരുന്ന പെൺകുട്ടിയാണ്, എന്തോ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടി എംപവേർഡായ പെൺകുട്ടിയായിരുന്നു. ഇങ്ങനെ പൊതുവിചാരണയ്ക്ക് എറിഞ്ഞു കൊടുക്കലായിരുന്നോ വേണ്ടിയിരുന്നത്, അതോ നേരെ പോയി പോലീസിൽ പോയി വീഡിയോ അടക്കം പരാതി കൊടുക്കലായിരുന്നോ വേണ്ടിയിരുന്നത്? അടുക്കൽ ഫാത്തിമ തഹ്‌ല. തീർച്ചയായിട്ടും ആദ്യം തന്നെ ദീപകിൻ്റെ ഈ മരണത്തിലുള്ള ഒരു സങ്കടം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലൊരു സംഭവം ഒരു കേരളത്തിൽ ഇങ്ങനെ പൊതുഗതാഗതത്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നു
ഒരു 50% സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ സംഭവങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇങ്ങനൊരു സന്ദർഭം വന്നാൽ എങ്ങനെ നമ്മൾ പെരുമാറണം എന്നുള്ളത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മളൊക്കെ ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പം അത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അവിടെ ഏറ്റവും ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ ബസ്സിലുള്ള കണ്ടക്ടറെയാണ്. കണ്ടക്ടർ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ബസ് നിർത്തിച്ച് അടുത്തുള്ള സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. അല്ലാതെ അത് ഷൂട്ട് ചെയ്ത് വന്ന് നിങ്ങൾ പൊതുമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പിന്നെ നിങ്ങൾ ഇത് കാണൂ, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്, ഇതാ തംബ്നെയിൽ അങ്ങനെ കൊടുത്ത് ആളുകളുടെ അറ്റൻഷൻ അങ്ങനെ കൊണ്ടുവന്നു, ഇനി നിങ്ങൾ കമൻറ്റ് ബിലോ എന്ന് പറഞ്ഞ് ആ പൊതുവിചാരണയ്ക്ക് ശേഷം തീരുമാനമെടുക്കേണ്ട സംഭവമല്ല ഇത്. അങ്ങനെയല്ല ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിനെയും നമ്മൾ കാണേണ്ടത്. എവിടെയൊക്കെയോ നമ്മളുടെ പുതിയ കാലത്തുള്ള ആളുകളുടെ ചിന്തകളിൽ ഈ രൂപത്തിലുള്ള ഒരു എല്ലാത്തിൻ്റെയും അവസാനം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കാണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന് എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മളൊക്കെ കുറച്ച് മുമ്പ് മീ ടു ക്യാമ്പയിൻ ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ മീ ടു ക്യാമ്പയിൻ ആളുകളെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇത്രയോ കാലം പൂട്ടിവെച്ച പല സംഭവങ്ങളും അവർ സമൂഹത്തിലേക്ക് വിളിച്ച് പറയുകയും അതിന് സമൂഹ മാധ്യമത്തിനെ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ ഒരു കുറ്റവിചാരണ നടക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു സംവിധായകനും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ മീ ടു ക്യാമ്പയിനിലൂടെ വന്ന ഒരാളും ആത്മഹത്യ ചെയ്തതായി നമ്മൾക്ക് അറിവില്ല. അതിനനുസരിച്ച് കേസുകൾ എടുത്തു എങ്കിൽ ആ കേസുകളുടെ ഒക്കെ അവസാനം എവിടെ നിൽക്കുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ആദ്യം തന്നെ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഇതിൽ സംഭവിച്ചിട്ടില്ല. മറ്റൊരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു വിഷയത്തിനെ അല്ലെങ്കിൽ ഒരു കണ്ടന്റിനെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, വ്യഗ്രതയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പൊതുവിൽ വായിക്കാൻ പറ്റുന്നത്. ഒരിക്കലും ഇങ്ങനെയല്ലായിരുന്നു, അങ്ങനെ ഒരു അനുഭവം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിൽ വായിച്ചെടുക്കേണ്ടതുണ്ട്. പൊതുവേ നമ്മളൊക്കെ ആൾക്കൂട്ട വിചാരണയെക്കുറിച്ച് പറയുന്നവരാണ്. ഇപ്പോൾ ആൾക്കൂട്ട വിചാരണയെ നമുക്ക് മറ്റൊരു ശൈലിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇവിടെ ഒരു സമൂഹ മാധ്യമ വിചാരണ നടക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു സമൂഹ മാധ്യമ വിചാരണ നടക്കുന്നുണ്ട്. ആ വിചാരണയ്ക്കനുസരിച്ചിട്ടാണ് പിന്നീടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ രൂപത്തിലല്ല ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കൊരു കോഗ്നിസബിൾ ഒഫൻസ് വന്നാൽ ആ വിഷയത്തിൽ അന്വേഷണം നടത്താനും അതിനനുസരിച്ച് നടപടി എടുക്കാനുമുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ആ രൂപത്തിൽ ഈ വിഷയങ്ങളിലേക്കൊന്നും എത്തുന്നില്ല എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു വസ്തുത, ദീപക് വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ ഉടമ ശ്രീ പ്രസാദ്, അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പം അവർ സംസാരിച്ചു, ദീപകിന് വേണ്ടിയിട്ടുള്ള മാനസിക പിന്തുണ നൽകി എന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഒരു പോസിറ്റീവ് സപ്പോർട്ട് ഇത്തരത്തിലൊരു വിഷയം വരുമ്പം ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്താതെ തന്നെ അവരെ സംരക്ഷിക്കാൻ, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് സപ്പോർട്ട് നൽകാൻ ഇത്തരത്തിലുള്ള ആളുകൾ ശ്രമിച്ചു എന്ന് പറയുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. പോലീസിന്റെ സൈഡിൽ നിന്നും ഇത്തരത്തിലൊരു സംഭവം നോട്ട് ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള ഒരാൾക്കും ഒരു ജീവഹാനിയും സംഭവിക്കാത്ത രൂപത്തിൽ ഈ വിഷയത്തിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനൊക്കെയുള്ള ഇടപെടലുകൾ ഉണ്ടാവാമായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സങ്കടം. ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഏക അത്താണിയായ, കുടുംബത്തിന്റെ ഏക വരുമാനമായ ഒരാൾ ഇന്ന് ഈ പറയുന്ന പട്ടടയിലേക്ക് എടുത്ത് വെക്കപ്പെട്ടു എന്നുള്ള സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സൈബർ അതിക്രമങ്ങൾ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ ശീലമായി നമുക്കൊക്കെ ഒരു പക്ഷേ അതിന് താങ്ങാൻ പറ്റുമായിരിക്കും. ഇതല്ലാതെ ഇത് ജീവിതത്തിൽ ആദ്യമായി അതും ഇത്തരം ഒരു കേസിൽ എല്ലാവരും കൂടി ആക്രമിക്കുമ്പോൾ ഒരു പക്ഷേ മനുഷ്യർക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് വരില്ല. ഞാനെത്താം. ശ്രീ രാഹുൽ ഈശ്വർ, സമാനമായൊരു വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ഏതൊരു KSRTC ബസ്സാണെന്ന് തോന്നുന്നു. ആ ബസ്സിൽ വലിയ തിരക്കുള്ള ബസ്സാണ്. ആ ബസ്സിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അതിനിപ്പുറം ഒരു പയ്യൻ വിദ്യാർത്ഥി എന്ന് പറഞ്ഞൊരു പയ്യൻ ഇരിപ്പുണ്ട്. 3 പേർ ഇരിക്കാവുന്ന സീറ്റിൽ നടുക്കിരിക്കലാണ്. ഈ പെൺകുട്ടി ഇങ്ങനെ ഈ വീഡിയോ എടുത്തു വെച്ച് ഈ പയ്യൻ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് എന്ന് ധരിപ്പിക്കുന്ന ഒരു വീഡിയോ എടുത്തിടുന്നത് ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ബസ്സിൽ എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് എന്നൊരു നിലപാട് ആർക്കും ഇല്ല. ബസ്സിൽ സ്ത്രീകൾ അതിക്രമം നേരിടുന്നുണ്ട്. അങ്ങനെ അതിക്രമം നേരിടുന്നതിനെ ഇത്തരത്തിൽ എന്താണ് പാതി വെന്തതും അല്ലെങ്കിൽ പാതി സത്യവും അല്ലെങ്കിൽ സ്ലോ മോഷനോ കാണിച്ചു കഴിഞ്ഞാൽ ഏത് പരാതി എങ്ങനെ വിശ്വസിക്കും രാഹുൽ? അവിടെയാണ് ആദ്യം തന്നെ ദീപകിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദീപകിന്റെ അച്ഛനും അമ്മയ്ക്കും അസ്കർ അലിയെ പോലുള്ള സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തെ ഞാൻ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമവും വേദനയും തോന്നി. ദീപകിന്റെ അമ്മയ്ക്കും
അച്ഛനൊക്കെ ഉണ്ടാകുന്ന വേദന ചിന്തിച്ചാൽ പോലും പറ്റുന്നില്ല. കാര്യം എനിക്ക് 2 ആൺമക്കളാണുള്ളത്. അപ്പൊ അതിന്റെ പേടിയും ഭയവും ഭയങ്കരമായിട്ടുണ്ട്. കൊണ്ടാണ് ഞങ്ങളാൽ കഴിയുന്ന പിന്തുണയും സപ്പോർട്ടും ദീപകിന്റെ ഫാമിലിക്ക് പറഞ്ഞിട്ടുണ്ട്. ജിജിൽ എന്ന് പറഞ്ഞ അവരുടെ ഒരു കസിൻ ബ്രദറിനോടാണ് സംസാരിച്ചത്. അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത 2 ദിവസത്തിനകം ദീപകിന്റെ വീട്ടിൽ എത്തണമെന്നാണ് ആഗ്രഹം. ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തെ ഒരു ബാലൻസ്ഡ് ആയ രീതിയിൽ കാണണം. ആ പെൺകുട്ടിയോട് പ്രതികാരമല്ല ആരും ചോദിക്കുന്നത്, പക്ഷെ ദീപകിനോട് നീതിയാണ്. പ്രതികാരം നീതിയല്ല. അതുകൊണ്ട് തന്നെ ദീപകിന് നീതി ആവശ്യമാണ്. ഈ പെൺകുട്ടി വീഡിയോ വഴി വ്യാജ പ്രചരണം നടത്തി വ്യാജ വീഡിയോയും വ്യാജ പരാതിയും ഉന്നയിച്ച് ദീപകിനെ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ BNSന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം IT ആക്ട് അടക്കം എടുത്ത് ആ പെൺകുട്ടിക്കെതിരെ നടപടി വേണം. ഈ വിഷയത്തെ ഏറ്റവും വിഷമകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് സ്പേസ് പോലും കൊടുക്കരുത്. കാര്യം അതല്ല വിഷയം. ഇത് യഥാർത്ഥത്തിൽ പല നാളുകളായി പറഞ്ഞിട്ടുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനയുടെയും വിഷമത്തിന്റെയും കാര്യമാണ്. ഹാഷ്മി, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഹാഷ്മിയുടെയും നമ്മുടെയും ചർച്ച തുടങ്ങിയതിനു ശേഷം 16 മിനിറ്റായി. ഈ നിമിഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം 4 പുരുഷന്മാർ ഇന്ത്യയിലെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് NCRB കണക്കുകൾ പറയുന്നത്. ഓരോ 4.5-5 മിനിറ്റിൽ ഒരു പുരുഷനും ഓരോ 11 മിനിറ്റിൽ ഒരു സ്ത്രീയുമാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഹാഷ്മിക്കും 24ന്റെ ടീമിനും ഒരു നന്ദി കൂടെ പറയുന്നു. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കേരള മാധ്യമങ്ങളിൽ ഒരു പുരുഷ വിഷയം അല്ലെങ്കിൽ ഒരു പുരുഷൻ നേരിട്ട അനീതിയോ പുരുഷൻ നേരിട്ട മാനസിക പീഡനമോ വിഷയമാക്കുന്നത്. അതിന് ഹാഷ്മിക്കും ഹാഷ്മിയുടെ ടീമിനും വളരെയധികം നന്ദി. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ ആൾക്കാർക്ക് മടിയാണ്. ഞങ്ങൾ ആരും സ്ത്രീവിരുദ്ധരല്ല. സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അതോടൊപ്പം പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണമെന്ന് വാദിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉള്ളതുകൊണ്ടുകൂടിയാണ്. കാര്യം പുരുഷന് അത്താണിയില്ല, ആശ്രയമില്ല, ഒരു ആലംബമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫെമിനിസ്റ്റുകളോട് ബഹുമാന പുരസ്സരം ചില വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട്. അവരോടും കൂടി ചേർന്ന് പ്രവർത്തിക്കാനും തയ്യാറാണ്. പുരുഷ കമ്മീഷൻ ശ്രീ എൽദോസ് MLA അവതരിപ്പിച്ച ബില്ല് നമ്മുടെ നിയമസഭയുടെ പരിഗണനയിലുണ്ട്. രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ എന്ന ആപ്പിന്റെ MP അവതരിപ്പിച്ച ബില്ല് അവിടെ ഓൾറെഡി അവതരിപ്പിച്ചു. നമ്മുടെ ഇവിടെ കോൺഗ്രസ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിയാണ് അവതരിപ്പിച്ചത്. ഇത്തരം ഘടനാപരമായ കാര്യങ്ങളും കൂടെ നോക്കണം. ഇല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഒരു 10-20 കോള് വരും. ഞാൻ ഏതെങ്കിലും അഡ്വക്കേറ്റ് സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്യും. എല്ലാ ദിവസവും എനിക്കിത് ചെയ്യാൻ കഴിയില്ലോ. എനിക്ക് ഒരു ജീവിതവും കുട്ടികളും മറ്റുമുണ്ട്. ഒരു ഘടനാപരമായ സംവിധാനം വേണം. ഹാഷ്മി, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനായിരുന്നു യുവജന കമ്മീഷന്റെ ആദ്യ സ്റ്റേറ്റ് കോർഡിനേറ്റർ. നമ്മുടെ സിന്ധു ജോയ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറും മറ്റും ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ യുവജന കമ്മീഷൻ. 2024 നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതേപോലെ യുവജന കമ്മീഷൻ നമ്മുടെ ദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പുരുഷ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഒരു ആശ്രയം ഉണ്ടാകും, അത്താണി ഉണ്ടാകും. പലർക്കും ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പെൺകുട്ടി മാത്രമാണോ കുറ്റക്കാരി? യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹം കൂടി കുറ്റക്കാരാണ്. ദീപകിന് സമൂഹത്തിലുള്ള വിശ്വാസം, നാട്ടുകാരിലുള്ള വിശ്വാസം, സിസ്റ്റത്തിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. കോടതി പോയാലും നീതി സംവിധാനത്തിൽ പോരാടിയാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോരാടിയും തനിക്ക് ജയിക്കാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദീപക് ഈ കടുംകൈ ചെയ്യില്ല. അവിടെയാണ് ഹോപ്പ്ലെസ് ആകുകയാണ്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് അവന് വിഷമമുള്ളതുകൊണ്ട് മാത്രമല്ല, അവന് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്, പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാണ്. തനിക്ക് നീതി കിട്ടുമെന്നും താൻ നിരപരാധിയാണെന്നും തെളിയിക്കാൻ അവന് കഴിയുമെന്ന വിശ്വാസം ഇല്ലാത്തപ്പോഴാണ്. സുനീർ എന്ന് പറയുന്ന ഒരു പയ്യൻ തിരുവനന്തപുരത്ത് 2-3 മാസം ആത്മഹത്യ ചെയ്തു. സുനീറിന്റെ ഉമ്മയെ കൊണ്ട് ഞങ്ങൾ DGPയെ കാണാൻ പോയിരുന്നു. 29 വയസ്സാണ് ആ പയ്യന്റെ പ്രായം. ഭാര്യയുടെ വ്യാജ പരാതിയിലാണ്. ഇതുപോലെ ഒരുപാട് പരാതികളുണ്ട്. നമ്മുടെ നാട്ടിലെ പേര് പറയാൻ കഴിയാത്ത വളരെ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ ഇത് അനുഭവിക്കുന്നുണ്ട്. വ്യക്തിപരമായി ഞാൻ അവരുടെ കാര്യം ഡീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അല്ല ഇവരുടെ നാണക്കേട്, ചമ്മൽ, സമൂഹത്തിൽ നിന്ന് നേരിടുന്ന അപമാനം, മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട്, പൊതുസമൂഹം ഇവരെ എടുക്കുന്ന നിലപാട്, ഇതെല്ലാം കാരണം ഭാര്യ കൊടുക്കുന്ന ഇവർക്കെതിരെയുള്ള കള്ളപ്പരാതികൾ, സമൂഹം കൊടുക്കുന്ന കള്ളപ്പരാതികൾ, വ്യാജ പോക്സോ കേസുകൾ, അങ്ങനെ പുരുഷൻ ഒരുപാട് പ്രശ്നമുണ്ട്. അതിനർത്ഥം എല്ലാ കേസും തെറ്റാണെന്നൊന്നുമല്ല, ഒരുപാട് കേസുകൾ ശരിയാണ്. പക്ഷേ ഈ തെറ്റായ കേസുകൾക്ക് ഒരു മെക്കാനിസം വേണം, വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഒരു മെക്കാനിസം വേണം. അതുകൊണ്ട് ഘടനാപരമായി മെൻസ് കമ്മീഷൻ അടക്കമുള്ള സ്ത്രീകൾക്ക് കൂടി പ്രാതിനിധ്യമുള്ള നല്ല സ്ത്രീ ഉണ്ട് മെൻസ് കമ്മീഷൻ. ആ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുകൂടി ചിന്തിക്കണം എന്നാണ്. ഇവിടെ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോക്സോ പരാതികളിൽ അതിന്റെ കൺവിക്ഷൻ റേറ്റ് എടുത്ത് നോക്കിയാൽ അത് ദുരുപയോഗപ്പെടുന്നുണ്ടോ എന്ന വ്യാപകമായ ആശങ്കയ്ക്കുള്ള വകുപ്പുണ്ട്. കൺവിക്ഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു പക്ഷേ അങ്ങേയറ്റം പുരുഷവാദമായിരിക്കാം. ഇതിനിടയിൽ ഒരു വരയുണ്ടാവുന്നുണ്ട്. ശ്രീ അഭിലാഷ്, എംപവർമെന്റ് നല്ലതാണ്, തങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെൺകുട്ടികൾ, സ്ത്രീകൾ ഉറച്ചു പറയുന്നത് നല്ലതാണ്. പക്ഷെ അതിനിടയിൽ ഇത്തരം വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഇത്തരം എന്താണ് അത് ആ വീഡിയോ കണ്ടാൽ തന്നെ സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇക്കാലത്ത് ട്രെൻഡിങ് ആവുന്നുണ്ട്, റീച്ചും ഷെയറും ഉണ്ടാവുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പരാതിയിലേക്കോ നടപടിയിലേക്കോ ഇക്കാലം അത്രയും പോകുന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച
ആ പെൺകുട്ടിയുടെ നിലപാട് എന്താണ് അവർ വീഡിയോ ഇട്ട ആ ചെറുപ്പക്കാരനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പറയുന്നത്. പക്ഷേ ഇതിങ്ങനെ എടുക്കുമ്പോഴും തൊടുക്കുമ്പോൾ 10 കൊള്ളുമ്പോൾ 100 എന്ന മട്ടിൽ ഈ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്ത് പോവും. ഇതിന് അറുതി വേണ്ടേ CMR അഭിലാഷ്? ശ്രീ ഹാഷ്മി, ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കുറ്റാരോപിതനായി മരണപ്പെട്ട വ്യക്തി, ആത്മഹത്യ ചെയ്യപ്പെട്ട വ്യക്തി കുറ്റക്കാരനായിരുന്നു എന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു ചർച്ചയും നമ്മുടെ ഭാഗത്ത് പാടില്ല ഇന്ന്. കാരണം സ്വയം ഡിഫെൻഡ് ചെയ്യുവാൻ അദ്ദേഹം ഇല്ല എന്ന് മാത്രമല്ല, ഈ വിഷ്വൽ വളരെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ്. ഇനി ഡൽഹിയിലിരുന്നു കൊണ്ട് എനിക്കത് മുഴുവൻ പരിശോധിക്കാൻ ഉണ്ടായ പരിമിതി കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അവൈലബിളായിട്ടുള്ള ആ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ആരോപണം ഉയർത്തിയ വ്യക്തി മരണപ്പെട്ട ആളിൽ നിന്നും കുറച്ച് ദൂരം പാലിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഒരു ഫോട്ടോഗ്രാഫറുടെ സ്കില്ലോടുകൂടി അയാളെ ആ ഫ്രെയിമിൽ ഉൾപ്പെടുത്തി ഏറ്റവും സുന്ദരമായ സെൽഫി എടുക്കുന്ന രീതിയിലുള്ള ആ ഒരു ശൈലിയോടുകൂടി അദ്ദേഹത്തിനെ അതിൽ പകർത്തുന്നുണ്ടായിരുന്നു. പിന്നീട് നാം കാണുന്നത് വളരെ പ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ്. അപ്പോൾ ഈ ആദ്യത്തെ വിഷ്വലിൽ നിന്നും രണ്ടാമത്തെ വിഷ്വലിലേക്ക് എങ്ങനെ പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ദൂരെ നിൽക്കുമ്പോൾ ഈ ക്യാമറ പിടിക്കുമ്പോൾ ഇദ്ദേഹം വളരെ വിദൂരമാണ്. ഒരു തരത്തിലും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇദ്ദേഹവുമായിട്ടൊരു ശാരീരികമായ ഒരു സ്പർശനമുണ്ടാകും എന്ന് ചിന്തിക്കാൻ കഴിയാത്തപ്പോൾ അവരങ്ങനെ വീഡിയോ അത്തരത്തിൽ ബോധപൂർവം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്തിൻ്റെ ഉദ്ദേശമായിരിക്കാം? ഇത് കെണി വെച്ച് പിടിക്കുകയായിരുന്നില്ലേ ശ്രീ ഹാഷ്മി? അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു ചർച്ചയ്ക്കും സാധ്യതയില്ല എന്ന് പറയാൻ കാര്യം അവൈലബിളായിട്ടുള്ള വിഷ്വൽസ് ഒന്നും തന്നെ അത് സൂചിപ്പിക്കുന്നില്ല. മൂവി എന്ന വാഹനത്തിൽ ഏറ്റവും അവസാനം ഇവർ കുറ്റം ചാർത്താൻ ശ്രമിച്ചിരിക്കുന്ന ആ ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാൽ മൂവി ചെയ്യുന്ന വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ കരം പാസീവായിട്ട് സ്പർശിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ആക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒഫൻഡേഴ്സിനെ ഒന്നും തന്നെ നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയില്ല. നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നറിയോ? അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ സംഭവിച്ചതിനെ പരമാവധി സ്ലോ മോഷനിലിട്ട് അത്രയും മൈനസ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈർഘ്യമാണ്. അതിന്റെ ഒറിജിനൽ വീഡിയോയിൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ പോവാണത്. അത് ദുഷ്ടലാക്കാണ് അദ്ദേഹത്തിൻ്റെ കരം മറ്റെന്തോ മൊബൈൽ ഫോണോ ബാഗോ മറ്റെന്തിലോ അദ്ദേഹത്തിൻ്റെ കരം എൻഗേജ് ചെയ്യുമ്പോഴാണ് ഈ മുട്ട് വെച്ച് ശരീരത്ത് സ്പർശിക്കപ്പെടുകയുണ്ടായത്. അപ്പം ഞാൻ ആദ്യമേ ഇതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം നമ്മുടെ ചർച്ച ഇവിടെ ആരോപണം ഉയർത്തിയ വ്യക്തി വിശാല ഹൃദയയായി ഇതെല്ലാം ക്ഷമിച്ചിരിക്കണമായിരുന്നുവെന്നോ അങ്ങനെയൊന്നും നാം പറയുന്നത് മരണപ്പെട്ട ആളോട് ചെയ്യുന്ന ഒരു സൂചന പോലും വലിയൊരു ക്രൂരതയാണ്. പിന്നെ ശ്രീ രാഹുൽ ഈശ്വറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാട് ഇവിടെ. ഇത് അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യാവകാശ വിഷയമാണ്. ഇത് പരിഗണിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയും പുരുഷനും ഒന്നുമില്ല. മനുഷ്യാവകാശ കമ്മീഷൻ വളരെ ത്വരിതമായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ ശ്രീ ബൈജുനാഥ് ഉത്തരവിറക്കി DGPയോട് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുവാൻ. അതിൻ്റെ ഭാഗമായിട്ട് സ്വമേധയാ കേസും എടുത്തു. അപ്പോൾ ഇത് മനുഷ്യാവകാശ കമ്മീഷന് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുണ്ട് ഇത് സ്ത്രീ വിഷയമോ പുരുഷ വിഷയമോ അല്ല, അടിസ്ഥാനപരമായിട്ട് ഇത് മനുഷ്യാവകാശ വിഷയമാണ്. മനുഷ്യാവകാശ കമ്മീഷനെ പോലെ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ദേശീയ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും വിജിലൻ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ആവർത്തിക്കുകയില്ല. ആ തലത്തിലാണ് ഇത് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. പിന്നെ ഞാൻ വളരെ നമുക്ക് യുക്തിരഹിതമെന്ന് തോന്നുന്ന നിരവധി വാദങ്ങൾ കേൾക്കുകയുണ്ടായി. പോലീസിന് പരാതിപ്പെടുകയാണെങ്കിൽ പിന്നെ കോടതിയിൽ പോയി വക്കീലിൻ്റെ ക്രോസ് വിസ്താരത്തിന് മറുപടി കൊടുക്കുവാൻ ഈ ഇര നിർബന്ധിക്കപ്പെടുമായിരുന്നു. ഇവിടെ ഒരു സെക്ഷൽ ഒഫൻസ് കേസിലെ അതിജീവിതയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കും, അല്ലേ? നിയമ നടപടി സ്വീകരിക്കും. ആ നടപടി സ്വീകരിക്കരുത്, പകരം ഈ അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിലൂടെ തിരിച്ച് പ്രതികരിച്ചാൽ മാത്രം മതി എന്നൊരു കാഴ്ചപ്പാട് ഇവർക്കാർക്കും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവർ ഈ നിയമ സംവിധാനത്തിനെ തള്ളിപ്പറയുന്നത്? നിയമ സംവിധാനത്തിനെ തള്ളിപ്പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അത് അത് ഫെമിനിസം എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ശ്രീ രാഹുൽ ഈശ്വർ പരാമർശിച്ച് കണ്ടിട്ടുണ്ട് ഫെമിനിച്ചി എന്ന് പറയുന്ന ഒരു പ്രയോഗം. എനിക്ക് വ്യക്തിപരമായി അതിനോട് വിയോജിപ്പുണ്ടെങ്കിലും പലപ്പോഴും ഐഡിയോളജിക്കലി ന്യായീകരിക്കാൻ കഴിയാതെ ഇത്തരത്തിലുള്ള ക്രൂരതകളെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ അങ്ങനെ മാത്രമേ പറയുവാൻ കഴിയൂ. അവിടെ ബസ്സിലെ കണ്ടക്ടർ ഹീസ് എ വൺ ഹൂ ഈസ് ഓതറൈസ്ഡ് ടു ഇൻ്റർഫിയർ. കണ്ടക്ടറിനെ അറിയിക്കാതെ
അവിടുത്തെ സിവിൽ സൊസൈറ്റിയിൽ അവിടെ സഹയാത്രികരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആരുടെയും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ പോലീസിനെ ഡയൽ ചെയ്യാൻ ഫോണിൽ ഫോട്ടോയും വീഡിയോയും പിടിക്കാൻ കഴിയുമെങ്കിൽ പോലീസിനെ ഡയൽ ചെയ്യാനും അറിയാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ. അപ്പം പോലീസിനെ അറിയിക്കാതെ ഇത്തരത്തിൽ ആ വ്യക്തി പോലും, കുറ്റാരോപിതനാകാൻ പോകുന്ന വ്യക്തി പോലും അറിയാതെ അത് പിന്നീട് അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടും ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തി അവസാനിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അവർക്കിവിടെ റിലീഫായിരുന്നില്ല വേണ്ടിയിരുന്നത്. അവർക്കവിടെ റിലീഫായിരുന്നുവെങ്കിൽ അവരവിടെ പ്രതികരിക്കുമായിരുന്നു, നിയമ സംവിധാനത്തിലേക്ക് പോകുമായിരുന്നു. പോലീസിന് പരാതി കൊടുത്താൽ ഓരോ കേസിലും കോടതിയിൽ കൂട്ടിക്കയറി നിർത്തി ക്രോസ് എക്സാമിനേഷന് വിധേയരാകുമെന്ന് ആരാണ് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് അലേർട്ടാണ് കേരളത്തിലെ. എനിക്ക് തോന്നുന്നില്ല, പല പരിമിതികളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലീസ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ കേട്ടിട്ടില്ല. പോലീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ചെയ്യുകയും ആ സത്യാവസ്ഥ ആരും പരിശോധിക്കുന്നതിനകത്ത് അവർക്കാർക്കും താല്പര്യമില്ല. എന്ന് മാത്രമല്ല, ഇവിടെ ഒരു വ്യക്തിയുടെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വളരെ കെയർഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വിഷ്വലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാരോപണം, അവർക്ക് സബ്ജക്റ്റീവായിട്ട് തോന്നിയ ആരോപണം അവിടെ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം ആ വ്യക്തി എന്തെങ്കിലും ഒരു അസേർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ടിലൂടെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കുന്നതായിട്ട് ഒരു തരത്തിലും കാണാൻ കഴിയുന്നില്ല. ഒരു യൂട്യൂബറുടെ എല്ലാ ചാരുതയും സ്കില്ലും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കം മുതലേ ആ വിഷ്വൽ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആ വീഡിയോ പിടിക്കുന്നത്. ഇതൊരു ഹണി ട്രാപ്പ് അല്ല ശ്രീ ഹാഷ്മി, ഇത് കെണി വെച്ച് പിടിക്കുകയായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയോട് ചെയ്യുന്ന വലിയൊരു നീതിരാഹിത്യമായി. താങ്കൾ പറഞ്ഞത് ഫോണല്ലേ? ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ദീപകിന്റെ കയ്യിൽ ബാഗുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ബാഗുണ്ട്, ഭാരമേറിയ ബാഗാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ബാഗ് പൊക്കില്ലേ? ആ ബാഗ് പൊക്കുമ്പോൾ സ്വാഭാവികം 2 മുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ആ മുട്ടിൽ പറ്റിയൊരു സ്പർശമാണ്, അതല്ലാതെ മനഃപൂർവ്വമാണെന്ന് എനിക്ക് ബോധ്യമില്ല പല ആവർത്തി കണ്ടതിൽ. അല്ല, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഹാഷ്മി. അല്ല, ഈ കാർപ്പി ഡീം എന്ന് പറയുന്ന ഒരു ഫ്രൈസ് ഉണ്ട്. അതായത് ക്യാച്ച് ദ ഓപ്പർച്യൂണിറ്റി. ആ ഒരൊറ്റ നിമിഷമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ആ നിമിഷം അവർ ക്യാപ്ചർ ചെയ്തു. അതും കൈയുടെ പുറകുഭാഗം കൊണ്ട് ശരീരത്തെ സ്പർശിക്കുന്ന ആ ഒരു നിമിഷം. ഷീ സീസ് ദി ഓപ്പർച്യൂണിറ്റി എന്നല്ലാതെ നമുക്കൊന്നും പറയുവാൻ കഴിയില്ല. പൊതുഗതാഗത സംവിധാനങ്ങളിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നിർത്തുവാൻ വേണ്ടി ബസ്സുകളിലും മെട്രോയിലും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളിലും എല്ലാം ഇത് എഴുതി വെക്കേണ്ടതായിട്ടുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു. എവിടെയും ബാക്കിയുള്ളവരുടെ സ്വകാര്യതയെ ലംഘിച്ചുകൊണ്ട് തൻ്റെ സൗകര്യമാണെന്നുള്ള രീതിയിൽ പബ്ലിക്കിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ പലരും ഈ ഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടാവും. അവരൊന്നും ഈ നാടകത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒരു ഒഫൻസ് നടക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഫോർ എവിഡൻഷ്യറി പർപ്പസ് അത് ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബറുടെ എല്ലാ സ്കില്ലും കാണിച്ചുകൊണ്ടാണ് ആ വീഡിയോയുടെ ഷൂട്ട് ചെയ്യപ്പെടുന്നത്. പരസ്പരം മനുഷ്യരോടുള്ള ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നില്ല അവരവിടെ ചെയ്തത്. അവർ പിന്നീടും പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്യുകയോ ഈ വിഷയം ഉയർത്തുകയോ അവരുടെ ലക്ഷ്യം അതായിരുന്നില്ല. മാത്രമല്ല, വെള്ളിയാഴ്ച വീഡിയോ ഇട്ടു, ഞായറാഴ്ച ആകുമ്പോഴേക്കും 27 ലക്ഷം പേര് അത് കാണുന്നു, അവരുടെ ഫോളോവേഴ്സ് കൂടുന്നു. അത് തന്നെയാണ് യഥാർത്ഥ ലക്ഷ്യം എന്ന് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട്. കാര്യം അവരുടെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ തൊട്ട മുട്ടായി മേടിച്ച അടക്കം എന്താണ് ഒരു കോണ്ടന്റ് ആക്കുന്ന ഒരാളാണത്. എല്ലാ കാര്യങ്ങളും കോണ്ടന്റ് ആക്കുക, ഈ പറയുന്ന എന്താണ് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അതിൽ. അപ്പോൾ കിട്ടിയ ഒരു കണ്ടന്റ് പരമാവധി റീച്ചാക്കാൻ നോക്കി എന്നതിനപ്പുറം അതിലൊന്നുമില്ല എന്ന് വേണം മനസ്സിലാക്കുക. ഒരു ആശ കൊണ്ട് തന്നെ ഇവിടെ ശരിയാണ്, ഇവിടെ ബസ്സിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് ആർക്കും നിലപാടില്ല, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നില്ല എന്ന് ആർക്കും നിലപാടില്ല, പീഡന പരാതികൾ ഉണ്ടാവുന്നുണ്ട്, അതിൽ നടപടികൾ ഉണ്ടാവുകയും ഉണ്ടാവാതിരിക്കും. പക്ഷേ ഇതിനൊരു അനുവാദരാഹിത്യമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി കാണുന്നതാണ് കോൾ ഔട്ട് എന്ന് പറയുന്ന ഒരു സംഗതി. എന്ന് പറഞ്ഞാൽ ദീർഘവർഷങ്ങളിൽ പരസ്പരം ഇഴുകി ജീവിച്ചിരുന്നവർ, പരസ്പരം സകലമാന ബന്ധങ്ങളും മോറൽ ഇമ്മോറൽ എന്നൊക്കെ പറഞ്ഞ് സമൂഹം പറയട്ടെ, എല്ലാവിധ ബന്ധങ്ങളും ഇഴുകി ജീവിച്ചവർ ഒരു പ്രത്യേക സമയം കഴിയുമ്പോഴേക്കും വിയോജിപ്പിൽ ഒരാൾ പൊടിതട്ടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പീഡനം, വേട്ടക്കാരൻ എന്നൊക്കെയുള്ള കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിനൊരു അനുവാദം വേണ്ടേ അഡ്വക്കേറ്റ് ആശ? ഉണ്ട്, അല്ലെങ്കിൽ യഥാർത്ഥ പരാതികൾ തമസ്കരിക്കപ്പെടില്ലേ? സമൂഹം വിശ്വസിക്കാതാവില്ലേ അഡ്വക്കേറ്റ് ആശ? അതെ, ആദ്യം തന്നെ ഇത്രയും വിഷമകരമായിട്ടുള്ളൊരു സംഭവം കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ വലിയ പ്രൂഡൻ്റാണ്, നമ്മൾ വളരെയധികം എന്താ പറയുക പ്രബുദ്ധരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പ്രബുദ്ധത മറ്റുള്ളവരുടെ മനുഷ്യരുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ
വളരെ സങ്കടകരമാണ്, അത് അപലപനീയമാണ്. ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ സങ്കടത്തിലും ഞാൻ ഒപ്പം ചേരുന്നു. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, ശരിയാണ്. ആ സ്വാതന്ത്ര്യം എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തിട്ടോ മറ്റ് സംഗതികളെടുത്തിട്ടോ ബാക്കി എല്ലാവരെയും ഷൂട്ട് ചെയ്ത് വീഡിയോയിലും ഫിലിമിലൊക്കെ ആക്കി കാണിക്കുക എന്ന് പറയുന്നത്, ആരാണ് നിങ്ങൾക്ക് അനുവാദം നൽകുന്നത് എൻ്റെ മറ്റൊരാളുടെ പ്രൈവസിയിൽ കയറാനായിട്ട്? അതായത് എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ പ്രൈവസിയിലേക്കുള്ള ഇൻട്രൂഡിങ് ആയി മാറുന്നത് വലിയ തെറ്റാണ്. കാരണം അത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുമ്പോൾ ഈ ഫ്രീഡത്തിന് എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ കൈ നീട്ടി പിടിച്ചോളൂ, പക്ഷേ നിങ്ങളുടെ കൈ കൊണ്ടുപോയി മറ്റൊരാളുടെ മുഖത്ത് ഇടിക്കുമ്പോൾ ആ കൈ നീട്ടി പിടിക്കൽ നിങ്ങളുടെ സ്വാതന്ത്ര്യമായി മാറുന്നില്ല. അപ്പോൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ മാത്രമേ നിങ്ങൾക്ക്, നാട്ടിലെ നിയമപ്രകാരം മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവരും നിയമപ്രകാരം യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരാൾ മാത്രം വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരാൾ പൊട്ടൻഷ്യലായിട്ട് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്നുള്ള മട്ടിൽ കാണിക്കുമ്പോൾ അതിന് വളരെയധികം ദൂരവ്യാപകമായിട്ടുള്ളൊരു എഫക്റ്റാണ് ഉണ്ടായത്. ഇപ്പം അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് ആത്മഹത്യക്ക് അത് കാരണമായി. തീർച്ചയായിട്ടും ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കേണ്ട വകുപ്പ് തന്നെയാണ്. പക്ഷേ അവിടെ നിന്നോ അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അനുഭവിക്കേണ്ടി വരില്ലേ വലിയൊരു ഡിഫാമേഷൻ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആ ഒരു ഓർമ്മകളെ പോലും വേദനിപ്പിക്കുകയും ഇകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയില്ലേ ഒരു പ്രവൃത്തി? എന്താ കിട്ടിയത് ആ സ്ത്രീക്ക് ഇത് ചെയ്തിട്ട്? അത് അവനവൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം എടുക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ അത്യാവശ്യ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. അത് ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ട്രാൻസ്ജെൻഡർ ചെയ്താലും ഒരുപോലെയാണ്. ഞാൻ പൂർണ്ണമായി തന്നെ ഇവിടെ സംസാരിച്ച അഡ്വക്കേറ്റ് എം ആർ അഭിലാഷിനോട് 100% യോജിക്കുകയാണ്. കാരണം ഇത് വളരെ വ്യക്തമായി തന്നെ ചെറിയൊരു കാര്യമില്ല, ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യാവകാശ ലംഘനം മതി രാഹുൽ ഈശ്വർ. അതിലിനി പുരുഷാവകാശം സ്ത്രീയവകാശം എന്ന് തിരുത്തേണ്ട കാര്യമില്ല. പിന്നെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് രീതിയിൽ പിന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ പ്രത്യേക കമ്മീഷനൊക്കെ വെച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളായിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള മറ്റൊരു കോണ്ടെസ്റ്റിലാണ്, അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും കൂടിയിട്ടാണ്. അതല്ലാതെ ഈക്വലി എംപവേർഡ് ആയിട്ടുള്ള ആളുകൾ യാത്ര ചെയ്യുകയും ഈക്വലി വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു ബസ്സിലെ പോക്കറ്റടി എന്ന് പറഞ്ഞാൽ അവിടെ ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. സ്ത്രീയുടെ നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത് മറ്റൊരു വൾണറബിലിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, പുരുഷന് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം. അപ്പോൾ മെട്രോ റെയിൽവേയിൽ കയറിക്കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമ്മൾ എത്ര മാന്യമായിട്ടാണ് എല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം യു ആർ അണ്ടർ CCTV സർവൈലൻസ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബസ്സുകളൊക്കെ ഇറക്കുമ്പോൾ ഇനി അതും കൂടി പറയേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഓരോ തെറ്റുകൾ നമ്മൾ ചെയ്യുകയും ഓരോ പൊതുയിടങ്ങളെ ഇങ്ങനെ മലിനമാക്കുകയും അത് മുഴുവൻ കുറ്റകൃത്യം ചെയ്യാനുള്ള ഇടങ്ങളാക്കുകയും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള മിനിമം സംഗതികൾ, അതായത് ഒരു ഫോണോ അല്ലെങ്കിൽ മറ്റ് സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗാഡ്ജറ്റ്സ് മുഴുവൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സുഗമമായി ജീവിക്കാതെ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സംഗതികളും ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം വരികയാണ്. അപ്പോൾ ഇനി സ്വകാര്യ ബസ്സുകളിൽ അല്ലെങ്കിൽ പബ്ലിക് ബസ്സുകളിൽ പൊതു ട്രാൻസ്പോർട്ടുകളിൽ ഇനി ക്യാമറ വെച്ചോളാൻ പറയും. അപ്പോൾ നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള അടുത്തൊരു കടന്നുകയറ്റത്തിന് നമ്മൾ തന്നെ വേലി ഉറക്കുകയാണ്. അപ്പോൾ ഒരു സ്പേസ് നമുക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തന്നെ നമുക്കുള്ള ചങ്ങലകൾ ഉണ്ടാക്കി തരൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നത്. ഇത് അങ്ങേയറ്റം വിഷമകരമാണ്. ജനാധിപത്യമുണ്ട്, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് അരാജകത്വത്തിലേക്ക് പോകുമ്പോൾ അത് ശരിയല്ല. അതിന് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് റൂൾ ഓഫ് ലോ ഇല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ പോവാണ്. നമ്മൾ റിപ്പബ്ലിക്കൻ രാജ്യമാണ്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ഉണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ ഡിഗ്നിറ്റിയെ മാനിക്കണം. ഈ സ്ത്രീ ഇവിടെ മറ്റൊരു മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെ മാനിച്ചില്ല, അദ്ദേഹത്തിൻ്റെ അന്തസ്സിനെ കെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ജീവിക്കാൻ പോലും തോന്നാത്ത രീതിയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടു. എന്തൊരു അക്രമം ഒരു കുടുംബം അനുഭവിക്കുന്ന അവസ്ഥ, ഒരു നാട് അനുഭവിക്കുന്ന വേദന. ഇതുവഴി ബസ്സിൽ കയറുന്ന ആളുകൾ, ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുൻപ് ഒരു കുട്ടി വന്ന് പറയാണ്, ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് കസിൻസൊക്കെ കൂടിയിട്ട് തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ കാണാൻ പോയ സമയത്ത് എൻജോയ് ചെയ്യാൻ പേടിയായി. ആൺകുട്ടിയാണ് പറയണത് കേട്ടോ. ആൺകുട്ടി എന്ന് വെച്ചാൽ 18 വയസ്സല്ല, അതിന് താഴെയല്ല, ഞങ്ങളുടെ തൃശ്ശൂർകാരുടെ ഭാഷയിൽ കുട്ടി എന്ന് പറയണു മാത്രം. ആ പയ്യൻ പറയുന്നത് ഭയം തോന്നി. എന്താ കാരണം എല്ലാവരും ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളുടെ കസിൻസും ഞങ്ങളെല്ലാവരും ആഘോഷിച്ച് ഡാൻസ് ചെയ്യും, ആർമാദിക്കുക എന്നൊക്കെ പറയും, ചാടിത്തുള്ളൊക്കെ ചെയ്തു. പക്ഷെ കുറേ സ്ത്രീകളും കുറേ പെൺകുട്ടികളും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് പേടിയായി, ഞങ്ങളുടെ കൈയും കാലൊക്കെ അവരുടെ മേൽ തട്ടുമോ, അത് പ്രശ്നമാവോ എന്നൊക്കെ. അങ്ങനെ കോൺഷ്യസ് ആയി തുടങ്ങി നമ്മുടെ പുതിയ തലമുറ,
നമ്മുടെ യുവാക്കൾ ഞാൻ എൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ള രീതിയിൽ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് അവരെ ശത്രുവാക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തികൾ അക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പക്ഷെ അതൊരു അവിശ്വാസം കൂടിയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ അറിയാതെ എന്താ മുന്നിൽ വരുന്ന സ്ത്രീകളൊക്കെ ഇത്തരത്തിൽ കേസ് കൊടുക്കാൻ നടക്കുന്നവരാണോ, മുന്നിൽ വരുന്ന പുരുഷന്മാരൊക്കെ കയറി പിടിക്കാൻ വരുന്നവരാണോ എന്നൊരു അവിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ അതും ഭീകരമാണ്. ഞാനെത്താം. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ നേരത്തെ പറഞ്ഞ കോൾ ഔട്ടിന്റെ കാര്യം അങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കില്ല. പക്ഷേ ഈ പറയുന്ന കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങളിൽ ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഇടപഴകുക, അത് കഴിഞ്ഞൊരു പ്രത്യേക സമയം വിയോജിപ്പുണ്ടാകുമ്പോഴേക്കും പിരിഞ്ഞു പോവുക, എന്നിട്ട് ഇന്നലെ വരെ നടന്നത് ഓക്കെ, ഇന്ന് മുതൽ നടന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക തീയതി വരെ നടന്നത് കൺസെൻറ്റോടെ, അത് കഴിഞ്ഞ് കൺസെൻറ്റ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ നിയമത്തിൻ്റെ കണ്ണിൽ അത് റേപ്പാണ്, അവർ റേപ്പ് വിക്റ്റിമാണ്. അത് ദഹിക്കാൻ പ്രയാസമുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, മറ്റൊരു വിഷയം ഞാനെത്താം. ഉറപ്പായും ശ്രീ ജോർജ് ജോസഫ്, നിയമത്തിൻ്റെ കണ്ണിൽ അത് റേപ്പാണ്, റേപ്പ് നമ്മുടെ നിയമം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അത് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ പറയുന്ന മുഖവിലക്കെടുക്കുന്ന നിയമം അത് നല്ല കാര്യവുമാണ്. ഇവിടെ ഈ പറയുന്ന പെൺകുട്ടിയുടെ മൊഴി പോയി എടുത്തു എന്ന് പറയുന്നുണ്ട്. ആ മൊഴിയിൽ ആ പെൺകുട്ടി ഉറച്ചു പറയുകയാണ്, അയാൾ എന്നെ മോശമായി പെരുമാറുന്നു. ഉറച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീ ജോർജ് ജോസഫ്, ഇല്ല, നമ്മൾ വ്യത്യസ്തമായിട്ട് ഈ കാര്യത്തിൽ ചിന്തിക്കണം. കാരണം ആ സീൻ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് അയാൾ കൈകൊണ്ട് തട്ടി, പക്ഷേ അവർ വീണ്ടും അവരൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കോഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. 27 ലക്ഷം പേരല്ലേ കണ്ടിരിക്കുന്നത്, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. അവരൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നെന്ന് ഞാൻ അറിയുന്നത്, സാമൂഹിക പ്രവർത്തകയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അത് മുതലെടുത്തു. അതുകൊണ്ടാണ് അവർ ആ രീതി പ്രവർത്തിച്ചത്. പക്ഷേ നമുക്ക് നിയമപരമായിട്ട് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരാളുടെ അനുവാദമില്ലാതെ ഇതുപോലെയുള്ള ആക്ഷനൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചോണം. സോഷ്യൽ മീഡിയയിലൊക്കെ പലയിടത്തും പോയി പലരെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഒഫൻസീവ് ആണെന്ന് മനസ്സിലാക്കും. അവരുടെ ഒരു പ്രൈവസിയിലിട്ട് നമ്മൾ കയറുകയാണ്. പക്ഷേ ഇതിനകത്ത് മരിച്ചയാളുടെ കാര്യം ഞാനങ്ങ് വിടുകയാണ്, കാരണം അത് നമ്മൾ പരാമർശിക്കുന്നത് ശരിയല്ല. അതേസമയത്ത് ഈ പെൺകുട്ടി എന്താണ് ചെയ്തത്? ഈ സോഷ്യൽ മീഡിയയിൽ അത് ലൈവാക്കി അത് സർക്കുലേറ്റ് ചെയ്തു. IT ആക്ട് 67 ഒഫ്സീനൊരു ആക്റ്റാണെന്ന് അവർ പറയല്ലേ. അയാൾ തട്ടുകയും മുട്ടുകയും ചെയ്ത് അവരുടെ നെഞ്ചുഭാഗത്തൊക്കെ തട്ടിയെന്ന് പറയുമ്പം അത് തീർച്ചയായിട്ടും ഒരു ഒഫ്സീൻ ആക്റ്റാണ്. ആ ഒഫ്സീൻ ആക്ട് അത് അവർ സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ IT ആക്ട് പ്രകാരം 67 പ്രകാരം കുറ്റകരമാണ്. തീർച്ചയായിട്ടും 5 വർഷത്തെ ശിക്ഷ അവർക്ക് വേണം. അതോടെ ഇത് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡാണ്. അപ്പോൾ അയാൾ ഈ നഷ്ടം അതുപോലെ തന്നെ ഈ മാനഹാനി എല്ലാം കണ്ടിട്ട് ആ പാവം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡാണ്. 108 പ്രകാരം തീർച്ചയായിട്ടും അതൊരു 10 വർഷത്തെ ഇത് 2 സെക്ഷനില്ല. അതുകൊണ്ട് ഇതുപോലെ അനുഭവം ഉണ്ടാകുന്നവരെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ഇങ്ങനെ ആവുമ്പോൾ അവർ റിയാക്ട് ചെയ്യും, മാറിക്കട അങ്ങോട്ടെന്ന് പറയും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആൾ ഇയാൾ എന്നെ ഇങ്ങനെ കാണിക്കുന്നു, അല്ലെങ്കിൽ കണ്ടക്ടറെ വിളിച്ചു. അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ ഈ കിട്ടിയൊരു അവസരം അവർ മുതലാക്കി പണമാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ പരാതിപ്പെടാതിരുന്നത്. ചിലത്ത് അവർ പിന്നെ ഇപ്പോൾ ഡിഫൻസ് പറയുന്നുണ്ട്, അവർ വടകര പോലീസ് സ്റ്റേഷനിൽ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ എന്തുകൊണ്ട് കൊടുത്തെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു ആ കൈമുട്ട് മുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടെങ്കിലും അത് ആക്സിഡൻ്റലാകാം. പക്ഷേ പിന്നീട് അവർക്ക് അവിടുന്ന് മാറി നിൽക്കാമായിരുന്നല്ലോ, ആ പൊസിഷനിൽ നിന്ന് മാറാമായിരുന്നു. അവർ മാറിയില്ല. അപ്പോൾ അത് മുതലെടുക്കുകയായിരുന്നു, അവർ പണമാക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഇതിനോട് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇടരുത്. അവർക്ക് അപകടം ഉണ്ടാവും, മാനഹാനി കൊണ്ട് അവർ ആത്മഹത്യ ചെയ്താൽ ഇവർ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം IT ആക്ട് പ്രകാരം അത് തന്നെയല്ല, അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡാണ്. ഈ 2 കാര്യം ഇതിൻ്റെ അകത്ത് വരും. അതുകൊണ്ട് ശക്തമായ നടപടി ഇതിനകത്ത് പോലീസ് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നീതി ലഭിക്കുകയുള്ളൂ. ഈ പ്രവണത അവസാനിക്കണം. പലരും സോഷ്യൽ മീഡിയയിൽ നമ്മൾ മറ്റുള്ളവരെ അവരുടെ മുഖം കാണിച്ച് അവരുടെ പ്രവൃത്തി കാണിച്ച് അത് പണമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. നമ്മൾ മാറി ചിന്തിക്കണം. സ്ത്രീകൾ ധാരാളം പേര് ഇപ്പം അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് വരുന്നത് നമ്മൾ കോട്ടയത്തെ കണ്ടല്ലോ, ഷേർലി മാത്യുവിൻ്റെയൊക്കെ കണ്ടല്ലോ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ ചിന്തയ്ക്ക് ഒരു ലിമിറ്റ് വിട്ട് അപ്പുറത്ത് പോയി. കുടുംബാന്തരീക്ഷത്തിൽ നിന്നൊക്കെ അത് വെളിയിൽ പോയി, അത് സോഷ്യൽ മീഡിയയുടെ പരിധിക്ക് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഓരോരുത്തരെയും നമുക്ക് എല്ലാ കാര്യത്തിനും കുടുംബജീവിതത്തിനും ഒരു റെസ്ട്രിക്ഷനുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ അന്തരീക്ഷം നമ്മൾ നോക്കണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇതുപോലെ പ്രവർത്തനം ഉണ്ടല്ലോ. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്നും ഒരു 90% ആളും കുടുംബജീവിതമായിട്ട് ജീവിക്കുന്നത്?
നമ്മളിതെല്ലാം പരീക്ഷിച്ച് BC മുതൽ ഇതൊക്കെ പരീക്ഷിച്ച് നമ്മൾ ഇതൊക്കെ പാഠം ഉൾക്കൊണ്ട് ഒരു വിവാഹം, ഒരാൾക്ക് ഒരു വിവാഹം പറഞ്ഞ് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടുവന്നവരാണ് ഇന്ത്യക്കാരെല്ലാം. അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു തലമുറ, ചെറിയൊരു തലമുറ ഇവിടെ വന്നു കഴിഞ്ഞു. അതിൻ്റേതായ കഷ്ടനഷ്ടങ്ങളെല്ലാം സമൂഹത്തിനുണ്ടാകുന്നു. പല ആൾക്കാരും മരണപ്പെടുന്നു, പല ആൾക്കാരും ഇതുപോലെ ആത്മഹത്യയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രവണത നല്ലതല്ല. ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിൽ പരാതി പറയുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലെ എടുത്ത് ചാടരുത്, നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അസംഖ്യം വീഡിയോകൾ ഇത്തരത്തിൽ നമുക്ക് ഇപ്പോൾ ഉണ്ട്. ട്രെൻഡിങ് മറ്റേ വീഡിയോ, അതിന് അനുകൂലമായും പ്രതികൂലമായും അതിൻ്റെ റിയാക്ഷനുകൾ അത് ട്രെൻഡിങ് ആവുമല്ലോ. അതിന് ഈ പറയുന്ന രീതിയിൽ ലൈക്കും ഷെയറും കൂടെ അതുവഴി മോണിറ്റൈസേഷൻ ഉണ്ടാവൽ, വില ജീവനുകളാകും. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ അസ്കർ, ഇവിടെ ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു പാവത്താനായിരുന്നു ദീപക്. എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളില്ലാത്ത, നമ്മൾ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കുറച്ചുകൂടി ആത്മധൈര്യം നിങ്ങൾക്കൊക്കെ കൊടുക്കാമായിരുന്നോ അസ്കർ? കുറ്റപ്പെടുത്തുന്നല്ലോ കേട്ടോ ഞാൻ. ഇല്ല, അതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളെ മനസ്സിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. ഞങ്ങൾ 4 സുഹൃത്തുക്കളായിട്ടാണ് ജീവിതം കുറേ കാലമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവനതല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കൂട്ടുകെട്ടുകളോ അതോ ഇല്ലാത്ത ആളാണ്. അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയോ ഞങ്ങളുമാണ്. അതിലപ്പുറം അവന് വേറെ ഒരു ഇതില്ല. അവന് ഒന്നെങ്കിൽ വീട്ടിലേക്ക് നേരെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് ഞങ്ങളായിട്ട് പുറത്തേക്ക് പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റേ ഉള്ളവന്. അതിൽ എൻ്റെ സുഹൃത്തുക്കൾ കൂടി ഉണ്ടാകുമ്പോൾ ഞങ്ങളിവിടെ കോഴിക്കോട് ബീച്ചിൽ മാനേജറൊക്കെ ആയിട്ട് കറങ്ങിത്തിരി ഭക്ഷണം കഴിക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് ഞങ്ങളതായ പേഴ്സണലി ആയിട്ട് കുറേ വിഷയങ്ങളുണ്ടാവും. അതൊക്കെ സംസാരിക്കാമെന്നല്ലാതെ വേറെ ഒരു വിഷയത്തിലോ വേറെ ഒരു കാര്യത്തിലോ അങ്ങനത്തെ ഒരു ഇതില്ലാത്ത ഒരാളാണ് അവൻ. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്കും ആകെ ഈ പറയുന്ന പ്രായമുള്ള കാലത്ത് ജീവിക്കണമല്ലോ. ഏക വരുമാനം ദീപക്കായിരുന്നു. എല്ലാം പോയി. അവനാണ് അവരെല്ലാം. അച്ഛനമ്മ ഇല്ലാത്തൊരു വർത്തമാനം അവൻ്റെ വായിന്ന് വിയലില്ല സ്വാഭാവികമായിട്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ വീട്ടിലുള്ള ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഫ്രീഡമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഞങ്ങളൊക്കെ വർക്ക് കഴിയാൻ ഏകദേശം 9:30-10 മണിയൊക്കെ സമയമാവണതാണ്. ആ സമയത്ത് ഞങ്ങളിവിടെ ദീപകിൻ്റെ വീട്ടിലാണ് കൂടുതൽ. അവിടെ വന്നിട്ടാണ് ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രാ പോക്ക്. പൊതുവേ ബീച്ചും മാനഞ്ചിറക്കാണ്. കാരണം അവൻ്റെ വീട് നിൽക്കുന്ന മിംസ് ഭാഗത്താണ്. ഞങ്ങൾക്ക് എല്ലായിടത്തേക്കും ആക്സസ് ആണ്, ഈ ഏരിയയിൽ നിന്ന് ആക്സസ് ആണ്. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് അവൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അച്ഛനോടോ അമ്മനോടൊക്കെ സംസാരിച്ചിട്ടാണ് പോവുക. അവരത്രയും ഫ്രീ ആയിട്ടാണ് അവൻ ഞങ്ങളെ കൂടെ വിടൽ വരെ. കാരണം അവർ പറയില്ല എന്താ പറഞ്ഞാൽ അവർക്ക് അത്രയും ധൈര്യമാണ് അവർക്ക്. അവരെന്നിട്ട് പറയില്ല നീ താക്കോലേറ്റ് പോയിക്കോ, നീ ഫ്രീ ആയിട്ടൊക്കെ വന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡാണ് അവർക്ക്. അത്രയും കോൺഫിഡൻ്റ് ആണ്. അവൻ അത്രയും വേണ്ടത്ര രീതിയിലൊന്നും പോവില്ല. ഞങ്ങളെ കൂടെ വരാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പോകാൻ, നല്ല രീതിയിൽ തിരിച്ചു വരാം. അത്ര കോൺഫിഡൻ്റ് ഉള്ള വീട്ടുകാരാണ്. അച്ഛനമ്മ അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കണത്. ഞങ്ങൾ അങ്ങനെയാണ് അവരോട് നിൽക്കണത്. അവർക്കറിയാം ഞങ്ങൾ വേണ്ടാത്തൊരു കൂട്ടുകെട്ടിലൊക്കെ വേണ്ടാത്തൊരു രീതിയിലൊക്കെ പോകില്ല. ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളെ സന്തോഷങ്ങൾ പങ്കുവെച്ച് തിരിച്ചു വരും. ആ വീട്ടിലേക്ക് വരുന്ന അവർക്കറിയാം. അത്രയും ആ കുട്ടീനെ വിശ്വാസമാണ്. കാരണം ആ കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങളെ കൂടെ ഇത്രയും 22 വർഷമായിട്ട് ഞാൻ അവനെ അറിയണമാണ്. അവനക്കൊരു വേദനയുള്ള കാര്യം ഉണ്ടെങ്കിൽ അവൻ എന്നോട് ഷെയർ ചെയ്യും. എന്തായാലും ഷെയർ ചെയ്യും. എനിക്ക് വേദനയുള്ള കാര്യം ഞാൻ അവനോട് ഷെയർ ചെയ്യും. അതിന് പരസ്പരം ഞങ്ങൾ ആശ്വസിപ്പിക്കലാണ്. അവന് ബോൾഡാണ് ആൾ. അവന് ഇത്രയും പ്രവൃത്തി ചെയ്തെന്നുണ്ട് വിശ്വസിക്കാൻ തന്നെ പറ്റണില്ല. ഞാൻ ആ ഒരു കാര്യം കൊണ്ടാണ് അവനിങ്ങനെ ഒരു ഇഷ്യൂ എന്നാണ് ഞാൻ പൊതുവേ എനിക്ക് ആരോട് ഷെയർ ചെയ്യാതെ ഞാൻ പറഞ്ഞത് നീ വിഷമിക്കേണ്ട, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം, നമുക്ക് നേരിട്ട് കാണാം. അന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വർക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട്, വർക്ക് ഉണ്ടായതിനെ കൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. ഞാനിപ്പോഴും അത് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ വരെ ബാക്ക് പെയിൻ ആയതിനെ കൊണ്ട് ഞാൻ പിന്നെ അന്ന് കാണണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു. എന്തായാലും എനിക്കൊന്ന് ഞായറാഴ്ച എന്തായാലും അവൻ്റെ അടുത്തേക്ക് വരണം. ഞാൻ താമസിക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ നേരിട്ട് വേഗം പോകാൻ ചെയ്തത്. അതാണിപ്പോൾ സംഭവിച്ചത്. ഫാത്തിമ, ഇവിടെ മാറി നിൽക്കടാ എന്ന് ഒരുപക്ഷെ എല്ലാ പെൺകുട്ടികൾക്കും പറയൽ സാധ്യമാവില്ലായിരിക്കാം. നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമായിരിക്കും. അപ്പോൾ ആകെ ഉറങ്ങലിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നാവ് പൊന്തില്ലായിരിക്കാം, നീങ്ങി നിൽക്കാൻ പോലുള്ള കഴിവില്ല. പക്ഷേ ഈ കേസിൽ ഇതൊന്നും ബാധകമല്ല. കാര്യം വളരെ ചിരിച്ച മുഖത്തോടു കൂടി വളരെ പ്ലസൻ്റായി പല ആംഗിളുകളിൽ വീഡിയോ എടുക്കാൻ കഴിയുന്ന ഒരു സ്ത്രീക്ക് മാറി നിൽക്കടാ എന്ന് പറയാൻ അതിൻ്റെ 100 സ്ട്രെയിൻ ആവശ്യമില്ല ഫാത്തിമ. തീർച്ചയായിട്ടും ഹാഷ്മി, ഈ കേസ് ആക്ച്വലി ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതിൽ തീർച്ചയായിട്ടും കേസെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പല ആളുകളും പല രൂപത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള ആളുകളാവാം. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ട് ഒരിക്കൽ പ്രതികരിക്കുന്ന ആളുകളുണ്ടാവാം, പ്രതികരിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകാം. ഇനി ഒരിക്കൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി, ഒരു വ്യക്തിക്ക് ഒരു മോശപ്പെട്ട അനുഭവം ബസ്സിൽ ഉണ്ടായി എന്ന് കരുതുക. അപ്പം വീണ്ടും അത് ആവർത്തിക്കുമ്പം ഒരു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്ത്
അത് പിന്നെ ആ സമയത്തിനെ കാണിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ കണ്ടക്ടറെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളെയോ പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് കാണിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ പലപ്പോഴും സ്ത്രീകൾ നടത്താറുണ്ട്. ഞാൻ പറയുന്നത് ഈ വിഷയം കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണ ശേഷി പെൺകുട്ടികളിൽ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. ഈ വിഷയം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പം ഈ കേസിൽ ഈ വീഡിയോ കാണുമ്പം ഒരു പൊതുജന വികാരം എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സിറ്റിസൺ എന്നുള്ള രൂപത്തിൽ ഒരിക്കലും ഈ പെൺകുട്ടി ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ആത്മാഭിമാനത്തിന് മുറിവേറ്റത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ദീപകിന് സംഭവിച്ചിട്ടുള്ളത്, അവരുടെ കുടുംബത്തിന്, നമ്മുടെ നാടിനൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിൻ്റെ വില യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും തൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന രൂപത്തിൽ എൻഗേജ് ചെയ്യുന്നത് അപകടമാണ്. അവരാദ്യം ഒരു വീഡിയോ, ഒരു ഇമ്പൾസിന്റെ പുറത്ത് വീഡിയോ ഇട്ടെന്ന് വെച്ചു. ആ വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നു. കാര്യം എന്താണ്? അതിൽ നിന്നൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പെട്ടെന്ന് അത് എടുക്കുന്നു, അത് സ്ലോ മോഷൻ ആക്കുന്നു. അതിന് ഈ പറയുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്തോ അൺകറക്റ്റഡ് ബിഹേവിയർ ആണ്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പൊതുസമൂഹം മൊത്തം ചോദ്യം ചെയ്യണമെന്ന് പൊതുവിചാരണ കിട്ടുകൊടുക്കുന്നത് ഒരു എഡിറ്റഡ് വീഡിയോ ആണ്. അതിനൊരു സമയമുണ്ടല്ലോ, ആ സമയത്തുടനീളം ആ സ്ത്രീക്ക് മനസ്സിലാവുന്നില്ലേ താൻ ചെയ്യുന്നത് അക്രമമാണെന്ന്? ഫാത്തിമ, തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇതൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ മാത്രമാണ്. ഇതിൽ അത്തരത്തിൽ ദീപക് അവരുടെ മുഖത്തേക്ക് നോക്കുകയോ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ദീപക് ഒരു പക്ഷെ അറിയുന്നു കൂടി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് പിന്നീട് കുറേ ആളുകളിലൂടെ പാസ് ചെയ്തിട്ടാണ് ദീപക് പോലും ഇത് അറിയുന്നത്, ഇങ്ങനെ താൻ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എന്തുകൊണ്ട് ഇവർ ആ സമയം പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ, ആളുകൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചിലപ്പം ആ സമയത്ത് പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അത് പിന്നീട് പറയാമെന്ന്. പക്ഷെ ഇതൊന്നുമല്ല. ഈ കേസിൽ കൃത്യമായിട്ടുള്ള ഒരു വ്ളോഗിങ്ങിലേക്കോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലേക്കോ ഒക്കെയുള്ള ഒരു ത്വരത തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുടെ പിന്നിലുള്ള അവരുടെ മോട്ടീവ് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയാ കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ അല്ലാത്ത കേസുകൾ ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നാളെ ഇത്തരത്തിലുള്ള ഒരു സംഭവം മറ്റൊരു സ്ത്രീക്ക്, ഞാൻ പറയുന്നത് ഇത്തരത്തിൽ എന്നുള്ളതല്ല, ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പം സ്ത്രീകൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് ഒരുപാട് ആളുകൾ അത്തരത്തിൽ പ്രതികരിക്കുന്നവരുണ്ടാകും. പ്രതികരിക്കാൻ സംശയം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഹാഷ്മി, ഇപ്പം ചില ആളുകൾക്ക് എന്നോട് ഇവർ ചെയ്തത് എനിക്ക് സംശയം തോന്നിയതാണോ എന്നുള്ള തോന്നലുകൾ കൊണ്ട് പ്രതികരിക്കാത്ത ആളുകളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഈ കേസുകളിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസാണ് ദീപകിൻ്റെ കേസിൽ സംഭവിച്ചത്. ഇവരൊരു വ്ളോഗറാണ്, ഇവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, ഇവരൊരു ജനപ്രതിനിധിയായിരുന്നു. ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ തൻ്റെ വീഡിയോയിലെ കണ്ടന്റായി മാറുന്ന ആളുടെ ജീവൻ, അവരുടെ അഭിമാനം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. താനൊരു വീഡിയോ ഔട്ട് ചെയ്യുമ്പം എന്താണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സാമാന്യ ബോധം ഒരു പക്ഷേ അവർക്ക് ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പോലീസ് അന്വേഷിക്കട്ടെ, കൃത്യമായിട്ട് ഇതിലുള്ള ഇതിലെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് അത് ആ രൂപത്തിൽ തന്നെയുള്ള അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു ആത്മഹത്യ സംഭവിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന സമൂഹ മാധ്യമ വിചാരണ ഒരു ഇര കൂടിയാണ് ദീപക് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. ഇത്തരത്തിൽ എത്ര ആളുകളെ വേട്ടയാടുന്നുണ്ട്. ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ വ്യക്തി അധിക്ഷേപങ്ങൾക്ക്, മാനസികപരമായിട്ടുള്ള അക്രമങ്ങൾക്ക്, ഇത്തരത്തിലുള്ള അഭിമാനക്ഷതം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾക്ക് സോഷ്യൽ മീഡിയ പാത്രമാകുന്നു എന്ന് പറയുന്നത് എടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇവിടെ എവിടെയൊക്കെയാണോ നമ്മൾക്ക് നിയന്ത്രണം ഉണ്ടാക്കേണ്ടത് ആ ഇടങ്ങളിലൊക്കെ നിയന്ത്രണം ഉണ്ടാക്കാനുള്ള ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അല്ലാതെ ഇതിനൊരു തുറന്ന നിങ്ങൾക്ക് ആർക്കും എന്തും പറയാം, ആരെയും ഇൻസൾട്ട് ചെയ്യാം, ആരെയും ഡിഫെയിം ചെയ്യാം എന്നുള്ള രൂപത്തിലേക്ക് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് പുതിയ കാലത്തെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തംബ്നെയിൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടുക അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ അതിനെ അടിയന്തരമായിട്ട് നിയന്ത്രിക്കാനുള്ള ശ്രദ്ധ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇട്ട എഫ്ഐആർ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ ഒന്നും എഫ്ഐആർ ഇല്ല, അസ്വാഭാവിക മരണത്തിന്റെ എഫ്ഐആറിന് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുമെന്നും അറിയില്ല. ഇനി നിയമത്തിന്റെ വഴിയിലാണെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിന് നമ്മുടെ നിയമം ശക്തമാണ് അല്ല. തിരികെ നമ്മുടെ വിളക്ക് ശേഷം രാഹുൽ ഈശ്വർ വ്യാജം അല്ലെങ്കിൽ വ്യാജ കോൾ ഔട്ട്
അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ പറയുന്നത് യഥാർത്ഥ സംഭവങ്ങൾക്കുള്ള അയവാശമാവാൻ പാടില്ല. അതുകൂടി ശ്രദ്ധിക്കണം. ഒരിക്കലുമല്ല. ശ്രീ ഹാഷ്മി ഈ പറഞ്ഞതാണ് കറക്റ്റ് ബാലൻസ്. അവിടെയാണ് നേരത്തെ ഞാൻ ആശാ മാഡത്തോടും ബഹുമാനത്തോടെ വിയോജിക്കുന്നത്. അതായത് മാഡം, ഇത് വെളിയിൽ അറിയുന്ന കേസാണ്, ഇതുപോലത്തുള്ള കേസുകൾ ഡീൽ ചെയ്യുന്നതാണ്. അതാണ് സുനീറിന്റെ പരാതി പറഞ്ഞത്. ഇതേപോലെ ഭാര്യയുടെ വ്യാജ പരാതിയിൽ 29 വയസ്സുകാരനായ പയ്യൻ മരിച്ചതാണ് എന്ന് പറഞ്ഞ് എല്ലാ സ്ത്രീകളും മോശക്കാരാണോ? ഒരിക്കലുമല്ല. അവിടെയാണ് രണ്ട് കണക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്ത്രീകളുടെ ഇരട്ടി ആത്മഹത്യകൾ പുരുഷന്മാരാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. രണ്ട്, BBC കോട്ട് ചെയ്യുന്നൊരു കണക്ക് 53% ഇന്ത്യയിലെ പരാതികൾ വ്യാജ പരാതികളാണെന്നൊരു പഠനമുണ്ടെന്ന് BBC പോലൊരു അന്താരാഷ്ട്ര വിശ്വസ്തതയുള്ള മാധ്യമം കോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ചെക്ക് ആൻഡ് ബാലൻസ് വേണ്ടത്. വനിതാ കമ്മീഷൻ മികച്ചതാണ്. പിന്നെ ആശാ മാഡത്തോടുള്ള ഒരു മറുപടി, യുവജന കമ്മീഷൻ ഉണ്ട്. യുവജനങ്ങൾ ചരിത്രപരമായി പിന്നോക്ക ഗ്രൂപ്പ് അല്ലല്ലോ, ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ് അല്ലല്ലോ, ഏറ്റവും വൈബ്രന്റ് ഗ്രൂപ്പ് അല്ലേ. കേരളത്തിൽ ഒരു യുവജന കമ്മീഷൻ ഉണ്ട്. അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുമുണ്ട്. അപ്പം ദേശീയ തലത്തിൽ മോദി ഗവൺമെന്റ് 2024 ഒരു യുവജന കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ഭരണഘടന നൽകുന്ന എംപവർമെന്റ് സെക്ഷൻസ് ഉണ്ട്. അവിടെയാണ് ഒരു മെൻസ് കമ്മീഷൻ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പുരുഷന്മാർക്ക് വേണ്ടി ഫ്രീ കൗൺസിലിംഗ്, മെന്ററിംഗ്, സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ മെൻസ് കമ്മീഷന്റെ ബില്ല് രാജ്യസഭയിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതായത് പ്രിലിമിനറി റൗണ്ട് ഓഫ് ലീഗൽ വെറ്റിംഗ് കഴിഞ്ഞ് ചെയ്തു. നമ്മുടെ നിയമസഭയിൽ 246 നമ്പർ ബില്ലായി ചെയ്തു. ഇനി കുറെ ആൾക്കാരും കൂടെ സഹായിക്കണം. ഇപ്പം മലബാർ ഗോൾഡിന്റെ ശ്രീ ഫൈസൽ 1 ലക്ഷം രൂപ നമ്മുടെ ദീപകിന്റെ ഫാമിലിക്ക് എത്തിക്കുന്നുണ്ട്. ഞാൻ അസ്കർ അലിയെ ഈ പരിപാടി കഴിഞ്ഞ് വിളിക്കാം. ഞങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായം, അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന രീതിയിൽ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവരുടെ ജിജിൽ എന്ന് പറഞ്ഞ ഒരു കസിൻ ബ്രദറിനോട് സംസാരിച്ചിരുന്നു. അമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചു. അമ്മയുടെ നമ്പർ ഒക്കെ എടുത്തു, പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞങ്ങൾ അവരുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പരമാവധി നിങ്ങൾക്ക് സഹായം എത്തിക്കാനും ഇതേപോലെ ഒരുപാട് പുരുഷന്മാർക്ക് പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ കൂടെ ഒന്ന് രാശിയിലേക്ക് പോകാൻ ഒന്നും സമയമില്ല. ആ രീതിയിൽ അങ്ങനെ ദീപകുമാർ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കമ്മീഷൻ ഉണ്ടായാൽ എന്താ പിഴവ് എന്ന് ഇപ്പോൾ തോന്നിപ്പോവാണ്. ആദ്യമായിട്ടുണ്ടോ ആ ഒരു തോന്നൽ? എന്തായാലും ഇപ്പോഴും ആ പെൺകുട്ടി ഇത് ശരിയാണെന്നും ദീപക് ബസ്സിൽ വെച്ച് എന്തോ അതിക്രമം നടത്തിയെന്നും പറയുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്. പ്രിയപ്പെട്ടതല്ല ആക്ടിവിസ്റ്റുകളെ നിങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് സ്ത്രീപക്ഷമല്ല, കാപട്യ സ്ത്രീപക്ഷമാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.